ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. D3 വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? നമുക്കിന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ലീൻ ആക്കിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ അതിൻ്റെ തലഭാഗമാണ്. ഇതൊക്കെ വെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് കിട്ടും. ഈ ഭാഗമൊക്കെ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സവോള, ഇഞ്ചിയും പച്ചമുളകൊക്കെ പേസ്റ്റാക്കിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള മീനിനേക്കാളും ഒക്കെ വളരെ ടേസ്റ്റുള്ള മീനാണ്. പക്ഷെ നമ്മളത് എപ്പോഴൊന്നും മേടിക്കാറൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമുക്കൊരു കറിയായിട്ടൊന്നും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ചുമ്മാ ഒരു സൈഡ് ഡിഷൊക്കെ പോലെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ദിവസത്തെ ഒരു കറിയാക്കി വെക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ഊളി മേടിക്കണം. റേറ്റായിട്ട് നമ്മൾ മേടിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ മേടിക്കാറുള്ളൂ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഹലോ, അപ്പോൾ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു അരിപ്പ പാത്രത്തിൽ തോരാൻ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ വെള്ളം വലിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ആക്കുന്ന സമയത്ത് ശരിക്കും അത്ര പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ വെള്ളത്തോടു കൂടി അങ്ങ് വെച്ച് നല്ല വെള്ളമുണ്ട്, അത് ഊറി പോകണം. പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കത് മസാലയൊക്കെ ചേർക്കുമ്പോഴേ അത് ശരിക്കും പിടിച്ചിരിക്കുകയുള്ളൂ. എണ്ണയിലൂടെ ഇട്ടാൽ തന്നെ നല്ല ഇതായിട്ട് മുരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ആ മുളക് പൊടിയുടെ കൂടെ ഒന്നിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് പൊതിയാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്സിയിൽ ചെറിയ ജാറുണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടിയും ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഒറ്റ ഇതൊന്ന് കറക്കിയെടുക്കും. അപ്പം നല്ല കുഴമ്പ് രൂപത്തിൽ ആ ഒരു ഗ്രേവി കിട്ടും. എന്നിട്ടാണ് ഇതിനകത്തേക്കൊന്ന് സെറ്റാക്കുന്നത്. എനിക്ക് ഡയറക്റ്റ് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂന്തലിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തോർത്തെടുത്തിട്ടുണ്ട്. നമ്മളത് വേറൊരു ബൗളിനകത്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഈ അരച്ചെടുത്ത ഗ്രേവി ഉണ്ടല്ലോ അതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാം. നമ്മളപ്പോൾ ഗ്രേവി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളൊന്ന് ശരിക്കും ഇളക്കിയെടുക്കണം. ഇതിൻ്റെ അകത്ത് ഈ മീൻ്റെ അകത്ത് അത്ര വെള്ളം തീരെ പോയി കിട്ടത്തില്ല. കുറച്ച് വെള്ളം ഇതിനകത്തൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മറ്റേ ഗ്രേവിക്കകത്ത് ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഒന്ന് ഇളക്കണം കേട്ടോ. പിന്നെ കുട്ടികളെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് എരിവ് അത്രയും ചേർക്കാറില്ല. കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. എൻ്റെ ഭാഗത്തിനാണെങ്കിൽ എനിക്ക് ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഏറെ വേണ്ടത്. നമ്മൾ മുളക് പൊടി എടുത്തു, മല്ലിപ്പൊടി കുറച്ചെടുത്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ കാണിച്ചില്ല, അത്ര ഇഞ്ചിയും വെള്ളിയും പേസ്റ്റ് ആക്കിയതുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയുടെയും കൂടി ഇട്ടു കൂട്ടി ഒന്ന് മിക്സി അടിച്ചെടുത്തതാണ് കേട്ടോ ഈ ഗ്രേവിയെ. എനിക്ക് എന്തൂരം പൊടി എടുത്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു നുള്ള ഉപ്പ് പൊടി അങ്ങനെയൊക്കെ ചേർക്കാറുള്ളൂ. ടീസ്പൂണായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. നമ്മുടെ മീൻ എന്തൂരം ഉണ്ട്, അപ്പോൾ അതിനൊരു കണക്ക് നമുക്കറിയാമല്ലോ എന്തൂരം പൊടിയാണെന്നൊക്കെ. മീൻ്റെ അളവിനനുസരിച്ചുള്ളൊരു പൊടിയൊക്കെ അങ്ങ് എടുക്കുന്നത്. അത് ഇത്ര ടീസ്പൂണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാനങ്ങ് ഇടുകയുള്ളൂ. പിന്നെ ഇപ്പം നല്ല സെറ്റാക്കി നല്ല കുഴച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്തിന് നമുക്ക് പാനിൽ എണ്ണയൊക്കെ ചൂടാൻ വേണ്ടി വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഓയിലാട്ടോ യൂസ് ചെയ്യുന്നതേ. നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് കൂന്തലിട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
നമുക്കിത് 2 ട്രിപ്പായിട്ട് വറക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ കുറച്ചുണ്ട് ഈ ഒരു പാനിൽ. ഫസ്റ്റ് ട്രിപ്പായിട്ട് ഇടുന്നത്. നമ്മൾ ഫുള്ളത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റാവട്ടെ കേട്ടോ, വേവട്ടെ കേട്ടോ. ഇപ്പോൾ കൂന്തൽ ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് നേരം എടുക്കും കേട്ടോ. ഇത് കുറച്ച് നേരം നമ്മൾ സിമ്മിലിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകമൊന്നും ശരിക്കും വേഗത്തില്ല. ഇത് ബെസ്റ്റ് നല്ല കട്ടിയുള്ളതാണ്. കണ്ടാൽ ഭയങ്കര സോഫ്റ്റാണെന്ന് തോന്നിയാൽ വേഗം കുറച്ച് പാടാണ്. ഞാനിത് മീൻ മറക്കുന്ന സമയത്ത് വെന്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒരാൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. തനിക്കുട്ടിക്ക് ഇതൊന്നും പാവം കഴിക്കാൻ മേലാത്തതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ എളിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടുതലും നമ്മൾ മാറി നിൽക്കണം. ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഇത് വേവിനനുസരിച്ചാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് മൂടി വെച്ചാണ് ഒന്ന് ഇത് ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേത്തോട്ടൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അടുത്ത് പോയി നിൽക്കുന്നത് സൂക്ഷിച്ച് വേണം.